തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നൊരു ഡാൻസ് കളിക്കാനായിട്ട് ഞാൻ പോകുന്നത്. അപ്പൊ ഹൈക്കോടതിയിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണം കൂടി വന്നതിന് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒന്നും നടപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു ഹൈക്കോടതി ജംഗ്ഷനിൽ. അപ്പൊ അതിനെതിരെ നമ്മൾ പ്രതിഷേധ ഒരു ഡാൻസ് കളിക്കാനായിട്ടോ പോകുന്നത്. അപ്പൊ നമ്മള് വെയിലുണ്ട്, ചെറിയൊരു വെയിലുള്ളത് കൊണ്ടും കുറച്ചു നേരം ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നതുകൊണ്ടും നമ്മൾ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു, ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ഫേസിനൊരു ഉണർവുണ്ടാവുള്ളൂ മേക്കപ്പ് ചെയ്യുമ്പോൾ. അതിന്റെ മോയിസ്ചറൈസർ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു കേട്ടോ. സൺസ്ക്രീൻ കുറച്ച് ടൈം എടുക്കും ഒന്ന് ഉണങ്ങി വരാൻ, കാരണം വോസ്ലിന്റെ സൺസ്ക്രീൻ ആകുമ്പോൾ ജസ്റ്റ് അതൊരു ഡ്യൂയി ഫിനിഷ് ആണ്. അപ്പൊ അതൊന്ന് ഉണങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ കയ്യിലും കാലുമേ ഞാൻ വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ഉണങ്ങാൻ വിട്ടുകൊണ്ട് ഞാൻ കണ്ണിൽ മസ്കാര ഇട്ടു, ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തൊന്നും കൊടുക്കണില്ല കേട്ടോ, ഒന്ന് ഇത് ചെയ്ത് കൊടുക്കണുള്ളൂ. പിന്നെ ഐ ഷാഡോ ചെറിയൊരു ഷെയ്ഡ്, ബ്രൗൺ ഷെയ്ഡ് ഐ ഷാഡോ മാത്രമായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. നമ്മൾ പ്രതിഷേധ ഡാൻസ് ആയതുകൊണ്ട് മുടി പിന്നി കെട്ടി അങ്ങനെ ഒരു ആർഭാട ലുക്കിലൊന്നും അല്ല കേട്ടോ പോകുന്നത്. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഈ ഡ്രസ്സ് തന്നെയാണ് ഇരുന്നത് നമ്മുടെ ഡാൻസിന്റെ കോസ്റ്റ്യൂമായിട്ട് നമ്മൾ ഇത് ഡ്രസ്സ് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ തല പുട്ടപ്പാണ് ചെയ്യണത്. അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സും വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഈ ഷോള് ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കും കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഓർണമെന്റ്സ് ഇടണം കേട്ടോ. ഓർണമെന്റ്സ് എല്ലാവരും ലൈറ്റ് ആയിട്ട് ഇടാനാണ് പറഞ്ഞെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വച്ചു നോക്കിയിട്ട് ഏതാണ് ബെറ്റർ ഏതാണെന്ന്. പക്ഷെ എനിക്ക് പുട്ടപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ നേരത്തെ, അതുകൊണ്ട് ഭംഗിയുണ്ട്. തിരുവാതിര കളിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഭംഗിയുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ആയിരുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ മാലയൊക്കെ ഞാൻ ഒരുപാട് വെച്ച് നോക്കി, ഒന്നും ചേരണ്ടായില്ല. പിന്നെ ഞാൻ മാലയെ കൂരി വെച്ചിട്ടാട്ടോ പോയത്. അപ്പൊ രാഗി ചേച്ചി ഒരു മാല തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് നടന്നു പോയി. നമ്മൾ ആ സ്ഥലത്തെത്തി ഡാൻസ് കളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ആക്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുപോലത്തെ ഓർണമെന്റ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ ബ്രോഡ്വേയിലോട്ട് ഇറങ്ങിയതാട്ടോ. ഓണം പ്രമാണിച്ച് എന്തോരം കളക്ഷൻസ് ആണ്, ഇങ്ങനെ പൂക്കളും അതും ഇതും വൈബായിരുന്നു കേട്ടോ. മാവേലിക്കുള്ള ഡ്രസ്സും ഫുൾ തിരക്കുവാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഇത്ര വീഡിയോ ഉള്ളൂ ഗൈസ്. ബൈ.